ഇറാൻ ഇസ്രായേൽ സംഘർഷം ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കെ യുദ്ധക്കളത്തിലെ നിശബ്ദത പുതിയൊരു കൊടുങ്കാറ്റിന്റെ സൂചനയാണോ എന്ന ആശങ്കയിലാണ് ലോകം. ഹൂതികൾ ഇറാൻ യുദ്ധത്തിൽ പങ്കുചേരുമോ? യമൻ മുന്നണിയിൽ എന്തുകൊണ്ട് എല്ലാം നിശബ്ദമായിരിക്കുന്നു? തുടങ്ങിയ ചോദ്യങ്ങൾ വെറും കൗതുകമല്ല, മറിച്ച് ആഗോള വ്യാപാരത്തിന്റെ നട്ടെല്ല് തകരുമോ എന്ന ഭീതിയിൽ നിന്ന് ഉടലെടുക്കുന്നവയാണ്. ഇറാന്റെ ഹൂതികൾ ആയുധമെടുത്താൽ അത് കേവലം ഒരു പ്രാദേശിക യുദ്ധമായിരിക്കില്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കുന്ന പ്രത്യാഘാതങ്ങളുണ്ടാക്കാം. യമൻ ആസ്ഥാനം ായുള്ള ഹൂതി വിമതർ യുദ്ധത്തിൽ സജീവമായ ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബാബ് എൽമന്ദേബ് കടലിടുക്കിന്റെ ഉപരോധമായിരിക്കും. ഹോർമൂസ് കടലിടുക്കിന് പിന്നാലെ ബാബ് എൽമന്ദേബ് കൂടി അടയ്ക്കപ്പെട്ടാൽ അത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാതകളെ ഒരേ സമയം ശ്വാസം മുട്ടിക്കുന്നതിന് തുല്യമാകും. ചെങ്കടലിനെ ഏദൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ പാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുന്നത് ആഗോള വിതരണ ശൃംഖല നിശ്ചലമാകാൻ കാരണമാകും. നിലവിൽ ഇറാനെതിരായ നേരിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഹൂതികൾ. ഏത് നിമിഷവും പ്രതികരിക്കാൻ സജ്ജമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൂതികളും മറ്റു പ്രതിരോധ ഗ്രൂപ്പുകളും പൂർണ്ണ ജാഗ്രതയിലാണെന്നും ഇറാന്റെ ആഹ്വാനം ലഭിച്ചാൽ ബാബ് എൽമന്ദേബ് അടച്ചുപൂട്ടുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടക്കുമെന്നും ഇറാന്റെ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അറേബ്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റത്തുള്ള ഈ ഇടുങ്ങിയ പാത ചെങ്കടൽ വഴി സൂയസ് കനാലിലേക്കുള്ള കവാടമാണ്. ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാരത്തിന്റെ ഒരു ഭാഗം ഈ റൂട്ടിലൂടെയാണ് കടക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഇതിനകം തന്നെ കപ്പലുകൾ തടഞ്ഞുവെന്ന വാർത്തകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ബാബ് എൽമന്ദേബ് കൂടി തടസ്സപ്പെട്ടാൽ പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമായിരിക്കും. ലബനീസ് ഓസ്ട്രേലിയൻ രാഷ്ട്രീയ നിരീക്ഷകനായ മാരിയോ നൌഫലിന്റെ വിലയിരുത്തൽ പ്രകാരം വരാനിരിക്കുന്ന പോരാട്ടം കൂടുതൽ രൂക്ഷമാകാനും മേഖലയിലാകെ പടർന്നു പിടിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി നോക്കിയാൽ ലോകത്തിലെ സമുദ്രോപരിതല എണ്ണയുടെ 30% ഈ രണ്ട് പാതകളിലൂടെയാണ് കടന്നുപോകുന്നത്. സൗദി അറേബ്യ ചെങ്കടലിലൂടെ പുതിയ വിതരണ പാതകൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും ബാബ് എൽമന്ദേബ് അടയ്ക്കുന്നത് ആ നീക്കങ്ങളെയും വിഫലമാക്കും. 1869 സൂയസ് കനാൽ തുറക്കുന്നതിനു മുൻപ് മുനമ്പിലൂടെയുണ്ടായിരുന്ന ദൈർഘ്യമേറിയ യാത്രയിലേക്ക് കപ്പലുകൾ തിരിച്ചു പോകേണ്ടി വരും. ഹൂതി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂദിയുടെ ഭീഷണി വെറും നിസ്സാരമായി തള്ളിക്കളയാനാകില്ല. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെയോ അമേരിക്കയെയോ പിന്തുണച്ചാൽ ഷിപ്പിംഗ് പാതകളിൽ ലക്ഷ്യം വയ്ക്കുമെന്നാണ് അവരുടെ പ്രഖ്യാപനം. ജിബൂട്ടി, എറിത്രിയ എന്നിവയ്ക്ക് സമീപമുള്ള ഈ ചെക്ക് പോയിന്റിൽ ആക്രമണങ്ങൾ നടത്താൻ സാധിക്കും എന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. ഇറാന്റെ സൈനിക നീക്കങ്ങൾ രണ്ടാമത്തെ തന്ത്രപ്രധാന മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഹൂതികളുടെ ഈ സജ്ജീകരണം. ഭീഷണികൾ യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് തന്നെ അതിന്റെ പ്രത്യാഘാതങ്ങൾ കപ്പൽ ഗതാഗത മേഖലയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രമുഖ ഷിപ്പിംഗ് കമ്പനിയായ മെയ്സ്ക് ചെങ്കടൽ വഴിയുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചത് ഇതിന്റെ സൂചനയാണ്. സൈനിക സംഘർഷം വർദ്ധിച്ചതോടെ സുരക്ഷ കണക്കിലെടുത്ത് ബാബ് എൽമന്ദേബ് വഴിയുള്ള ഭാവി യാത്രകൾ റദ്ദാക്കാൻ അവർ നിർബന്ധിതരായി. ഇത് മറ്റ് കമ്പനികളെ സമാനമായ തീരുമാനത്തിലേക്ക് നയിച്ചേക്കാം. ഹിസ്ബുള്ള, ഹമാസ്, ഇറാഖിലെ മിലിഷ്യകൾ എന്നിവരോടൊപ്പം ഹൂതികളും ചേരുന്നതോടെ ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് പൂർണ്ണമാകുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് തിന്മയുടെ അച്ചുതണ്ടാണ്. ഹിസ്ബുള്ളയും ഹമാസും വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിൽ തളർന്നിരിക്കുമ്പോഴും ഹൂതികൾ തങ്ങളുടെ ആയുധശേഷി വലിയ പരിക്കേൽക്കാതെ സംരക്ഷിക്കുന്നു. അത് അവർക്ക് കൂടുതൽ കരുത്തേകുന്നു. കണ്ണുനീരിന്റെ കവാടം എന്ന് വിളിക്കപ്പെടുന്ന ബാബ് എൽമന്ദേബിന്റെ വീതി വെറും 29 കിലോമീറ്ററാണ്. ഈ ഇടുങ്ങിയ പാതയിലൂടെ കടന്നുപോകാൻ കഴിയാതെ വന്നാൽ കപ്പലുകൾ ആഫ്രിക്കയെ വലം വെച്ച് യാത്ര ചെയ്യേണ്ടി വരും. ഇത് യാത്രാസമയം 10 മുതൽ 15 ദിവസം വരെ വർദ്ധിപ്പിക്കുകയും ചെലവ് കോടിക്കണക്കിന് ഡോളറായി ഉയരുകയും ചെയ്യും. 2023 മാത്രം പ്രതിദിനം 8.8 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഈ വഴി കടന്നുപോയത്. ഹൂതികൾ ഉപയോഗിക്കുന്ന കൂട്ട ആക്രമണ രീതികൾ അത്യാധുനിക നാവികസേനയ്ക്ക് പോലും വെല്ലുവിളിയാണ്. വില കുറഞ്ഞ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് അവർ നടത്തുന്ന ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കേണ്ടി വരുന്നു. ഇറാന്റെ രഹസ്യാന്വേഷണ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ ഹൂതികളുടെ പ്രഹരശേഷി വർദ്ധിക്കുന്നു. ഇത് ആഗോള വിപണിയിൽ എണ്ണവില $100 മുകളിലേക്ക് കുതിക്കാൻ കാരണമാകും. മറുഭാഗത്ത് ഇസ്രായേലും തങ്ങളുടെ കരുനീക്കങ്ങൾ ശക്തമാക്കുന്നുണ്ട്. സൊമാലിലാൻഡിൽ സൈനിക താവളം സ്ഥാപിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം ഹൂതികൾക്കും ഇറാന്റെ സ്വാധീനത്തിനും തടയിടാനാണ്. ബെർബറ തുറമുഖത്തിന് സമീപം ഇസ്രായേൽ സാന്നിധ്യം ഉറപ്പിച്ചാൽ ഏദൻ ഉൾക്കടലിൽ ഹൂതികൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ അവർക്ക് സാധിക്കും. ഇത് ആഫ്രിക്കൻ മേഖലയിലെ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. ചുരുക്കത്തിൽ ഹോർമൂസും ബാബ് എൽമന്ദേബും ഒരേ സമയം ഉപരോധിക്കപ്പെടുന്നത് ലോകം ഇന്നുവരെ കാണാത്ത വലിയൊരു സാമ്പത്തിക തകർച്ചയ്ക്ക് വഴിവെച്ചേക്കാം. ഇറാൻ ഇസ്രായേൽ യുദ്ധം 3ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ യമനിലെ ഹൂതികളുടെ ഓരോ ചലനവും ലോകരാജ്യങ്ങൾ ഉത്കണ്ഠയോടെയാണ് നിരീക്ഷിക്കുന്നത്. സമാധാനത്തിന്റെ വാതിലുകൾ അടയുകയും കണ്ണുനീരിന്റെ കവാടം തുറക്കപ്പെടുകയും ചെയ്താൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകമെമ്പാടുമുള്ള സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.